എടി നിന്റെ കല്യാണമല്ലേ, നിന്റെ കല്യാണം ഉറപ്പിച്ച് നിന്റെ പെണ്ണുങ്ങൾ നടക്കുന്ന ദിവസം ഇന്ന്. ഈ സമയത്ത് പോലും ഇവളി പേക്കൂത്തും നടത്തില്ല. ഈ ചിങ്ങ 9 നിനക്ക് 18 വയസ്സ് തികയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, ഈ നിശ്ചയിപ്പം കല്യാണമൊക്കെ എല്ലാവരെയും അറിയിച്ചു, പക്ഷെ മായാവിയെ മാത്രം വിളിച്ചില്ല. അല്ല, മായാവി വിളിക്കുന്ന എന്തെങ്കിലും അപകടം വരുമ്പോഴല്ലേ മായാവി വിളിക്കുന്നത്? കല്യാണം എന്ന് പറയുന്നത് ഒരു അപകടമാണല്ലോ. അപകടോ? അതല്ലേ ഞങ്ങള് കല്യാണം കഴിക്കാതെ. പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കാത്ത അതുകൊണ്ടൊന്നുമല്ല. 24 മണിക്കൂറും പിടിച്ചു പറയും കള്ളക്കേസൊക്കെ ആയിട്ട് നടക്കുമ്പോ നിങ്ങൾക്ക് പെണ്ണൊന്നും തരൂലാരും. ഞങ്ങൾക്ക് പെണ്ണ് കിട്ടത്തില്ല. നിനക്ക് തെറ്റിപ്പോയി. ഞാനൊരു ബാങ്ക് മാനേജർ സ്ത്രീ ആയിരുന്നു, പുള്ളിക്കാരിയുമായിട്ട് ഞാൻ സ്നേഹത്തിലായിരുന്നു. അവിടുത്തെ തൂപ്പുകാരി അങ്ങനെ ഞങ്ങളൊരു ജോത്സ്യനെ ചെന്ന് കണ്ടപ്പോഴാണ് പറഞ്ഞത് കല്യാണം നടന്നു ഞങ്ങളെ പോലീസ് പിടിക്കുന്നു പറഞ്ഞു. ഈ കാലത്തിൽ ജോത്സ്യർ പറയുന്നത് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കോ? ആ ജോത്സ്യം പറഞ്ഞ അച്ചട്ടാന്ന്. ഇവന്റെ മാമന്റെ കാര്യം ജോത്സ്യം പറഞ്ഞ കറക്റ്റ് ആയിട്ട് നടന്നു. കുംഭം 9-ാം തീയതി കാർ ആക്സിഡന്റിൽ പുള്ളി മരിക്കുമെന്ന് പറഞ്ഞു. കറക്റ്റ് സമയത്ത് മരിച്ചു. പിന്നെ മാമൻ അങ്ങ് വെപ്രാളമായി പോയി. ഇതറിഞ്ഞുകൊണ്ട് മാമൻ റോഡിലൊന്നും ഇറങ്ങത്തില്ല. റാന്നിലുള്ള ഒരു അപ്പച്ചിയുണ്ട്, ഞങ്ങളുടെ അപ്പച്ചിയുടെ ഒരു 7 നില ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിൽ 7-ാം നിലയുടെ മേളിൽ പോയി അവിടെ പോയി താമസിച്ചിട്ടും അതല്ലേ ഞാൻ പറഞ്ഞത്. കുംഭം 9-ാം തീയതി മാമൻ കുളിക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിമുറിന്ന് 9 നിലയാന്ന് പറയുക, 9 നിലയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയും ഒരു കുഞ്ഞ് കളിപ്പാട്ടക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് തെന്നി അടിച്ച് ബാൽക്കണി വന്ന് കറങ്ങി അടിച്ച് നേരെ താഴോട്ട് ഒറ്റ പോക്കായിരുന്നു. താഴെ വന്ന് വീണതും ഒരു അംബാസിഡർ കാറിന്റെ മേളിൽ. എന്നാ ഞാൻ മായാവി വിളിക്കട്ടെ? വിളിക്കുന്ന അവനല്ലേ ആദ്യം ഇവിടെ വരണ്ടേ? ഓം ക്രീം പക്രു ചേട്ടാ, ഓം ക്രീം പക്രു ചേട്ടാ. കുട്ടിച്ചാത്തന്നല്ല, ഓം ക്രീം കുട്ടിച്ചാത്തന്നല്ലേ? അങ്ങനെ വിളിക്ക്. ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത. മായാവി, രാധേ, ഇവന്മാർ രണ്ടുപേരും എന്താ ഇവിടെ? ഞങ്ങളിപ്പോ ഇവിടെ. ഇവര് നമ്മളെ ശത്രുക്കളൊന്നും അല്ല, ശത്രുത എല്ലാം മാറി ഇന്നെ പെണ്ണ് കാണൽ ചടങ്ങാ. ആണോ? ഇവര് മാത്രമല്ല എല്ലാവരും വന്നിട്ടുണ്ട്. ആണോ? എല്ലാവരും വിളിക്കട്ടെ? വിളിക്കങ്ങോട്ട്, ആഘോഷമാകട്ടെ. എല്ലാവരും ഉണ്ടല്ലോ. അതേതായാലും നന്നായി. പിന്നെ മോളെ, എങ്ങനെ ചെറുക്കനൊക്കെ റെഡി അല്ലേ? എല്ലാം റെഡിയാണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ. ഓ അത് ശരി. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ അമേരിക്ക പുള്ളിക്കാരി. അത് കാടായാലും നാടായാലും മൊബൈൽ റേഞ്ച് ഉണ്ടെങ്കിൽ പയ്യനങ്ങ് അമേരിക്കയിൽ മായാവയ്ക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഈ രാധമോളുടെ കല്യാണം ആയതുകൊണ്ടേ എല്ലാരും അങ്ങോട്ട് കൂടി ഞങ്ങൾ സെറ്റായി. നിന്നെ പിടിച്ചോണ്ടൊന്നും പോത്തൊന്നുമില്ല. ആ കുപ്പി അങ്ങ് മാറ്റിയിട്ട് അവന് പേടിയായിട്ടോ. അവന് കണ്ടു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ട്. പിന്നെ കണ്ട ഇത്ര വലിയ ആഘോഷം ആയതുകൊണ്ടാ ഈ മുല്ലപ്പൊക്കെ ചൂടി ഡാക്കിന് ഇങ്ങനെ വന്ന് നിക്കണം. ഇങ്ങനെ ഇതിനു കണ്ടിട്ടുണ്ടാ? ഇല്ല, ഇതുവരെ മുല്ലപ്പൂ വെച്ചിട്ട് വന്നത് വിശേഷമായിട്ടാ. എന്തായാലും രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ്. വേറൊന്നുമല്ല, ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയാ ഭക്ഷണം പോലും കഴിക്കത്തില്ല. സ്നേഹം കൊണ്ടൊന്നല്ല, ഇങ്ങനെ കഴിച്ചു വെച്ചിട്ട് വേണം ആ സെറ്റ് വല്ല ഊരി എനിക്ക് വെക്കാൻ. ചെറുക്കം വരുന്നതിന് മുമ്പേ മണമില്ലാത്തൊരു സാധനം എടുത്ത് അടിച്ചാലോ? ഒരെണ്ണം അടിച്ചിട്ട് നിൽക്കുമ്പോ ഒരു ധൈര്യം കിട്ടും. എല്ലാരും കൂടെ കയറാൻ പറ്റുമോ? എല്ലാം കൂടെ വലിഞ്ഞേറിയ ഹർത്താലിനോട് KSRTC ബസ്സല്ല, എന്റെ കുന്തോണ്. അമ്മൂമ്മക്ക് ഒരു പൈൻ്റെ എന്തോ വേണ്ട? എനിക്ക് ലിക്കർ വൈൻ വേണ്ടേ? വൈനിന്റെ പട്ടിക്ക് വേണം. ഒരു കാര്യം ചെയ്യപ്പോ ഒരു ഫുള്ള് ഒരു പൈൻ്റെ ഒരു വൈന്. വൈനിന്റെ പട്ടിക്ക് വേണമെന്ന്. ആ പട്ടിക്കാ മേടിച്ച് വൈൻ. അപ്പൊ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ കുറച്ച് വെള്ളമൊക്കെ സെറ്റപ്പ്. വണ്ടി സമയമായി, ചെറുക്കൻ വരാൻ സമയമായി. ഒരു മിനിറ്റ്, ചെക്കൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങേരോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ആ കവലയിൽ കൂടെ നടക്കുമ്പോഴുണ്ടല്ലോ, ആ തമ്പി എന്നെ ഭയങ്കരമായിട്ട് കൗണ്ടർ അടിക്കുന്നുണ്ട്, വായ നോക്കുന്നുണ്ട്. ആക്രി കച്ചവടക്കാരൻ. അവന് പഴയത് പണ്ടേ ഇഷ്ടമാണ്. അതുകൊണ്ടല്ല നിങ്ങളെ കണ്ട് നോക്കി നടക്കാനല്ല, ചവിട്ടി കുട്ടി ചാക്കിനകത്തിടും. മുത്തു, വിക്രമൻ, ലുട്ടാപ്പി മോനാണ്. ഇത് അവിടെ കൂട്ടുകാരനാണ്. മായാവി. ഇത് യാത്ര അടിപൊളിയായിരുന്നു, സൂപ്പർ. ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ വന്നത്. അതുമല്ല, പിന്നെ ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നുണ്ട്, നിങ്ങൾ അയച്ചു തന്നല്ലോ, വഴിയൊന്നും തെറ്റിയില്ല. പക്ഷെ പാലാരിവട്ടത്ത് വന്നപ്പോ ഏതോ ഒരു കാട്ടുറൂട്ടിലോട്ട് ഒരു കുഴിയിലോട്ട് കൊണ്ടുപോയി. ഞാൻ ടോപ്പ് ആംഗിളിലായിരുന്നോണ്ട് കുഴി നേരത്തെ കണ്ട കാരണം അതിനകത്ത് വീണില്ല. ഇടപ്പള്ളി കട്ട ബ്ലോക്കാ, ഞാൻ ഇറങ്ങില്ല. കൊല്ലത്തെ ടൈറ്റാനിയത്തിന് വലിയൊരു പൈപ്പ് മേലോട്ട് പോയി, അതിനകത്ത് നേരത്തെ പറയണ്ടായിരുന്നോ? ഒന്ന് എന്നെ മണ്ടടിച്ചു പോയി. അതില് ഞാൻ വിചാരിച്ചത് മേഘം ഉണ്ടാക്കി വിടുകയാണെന്ന്. ചെന്ന് കയറി കൊടുത്തു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ വേറൊരാളുണ്ടല്ലോ, ഒരു മുടിയില്ലാത്തൊരു പ്ലക്കത്തലൻ കഷണ്ടി. അയാളെവിടെ? എങ്ങനെ കണ്ടുപിടിച്ചത്? ഡീറ്റെയിൽ മൊത്തം പിടിച്ചല്ലോ നിങ്ങള്. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരികയല്ലായിരുന്നോ? നമസ്കാരം. ഇംഗ്ലീഷ് സ്റ്റൈലല്ലേ? ഞാൻ കണ്ടായിരുന്നു.
സുഖം. ഇതാണ് ചെറുക്കൻ ഇതാണ് അല്ലേ? ചെറുക്കൻ. എനിക്ക് കണ്ടപ്പോ തന്നെ തോന്നി നമ്മുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് കാണുന്ന ആളാ. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെ, പറക്കുന്ന ആള് തന്നെ. പറക്കുന്ന ആള് തന്നെ. അല്ല വീട്ടിൽ നിന്ന് അമ്മയച്ഛനും വരും. അമ്മ അച്ഛനും വന്നിട്ടില്ല കേട്ടോ. അവരുടെ ഈ ഇതില്ലേ ഈ ഷോള് അതൊക്കെ ഏതാണ്ട് പിഞ്ച് നൂലൊക്കെ വലിഞ്ഞു. ഇനി അതുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കടലിലും പോയി വിടും. അവര് കല്യാണത്തിന്റെ ഒന്നും നമുക്ക് ലൈവ് ഇടാം. അപ്പൊ നമുക്ക് ഇനി താമസിക്കണ്ട, വേണ്ട, താമസിക്കണ്ട. കൊച്ചിനെ വിളിക്കട്ടെ. കൊച്ചിനെ വിളിക്കും. ഇരുന്നാട്ടെ സൂപ്പർമാൻ. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫേസ്ബുക്കിൽ നിന്ന് പോയി പരിചയപ്പെട്ടിട്ട് വന്നേ. അല്ല മാനെ, അല്ല മോനെ. സൂപ്പർമാൻ. അല്ല, നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത്? പരിചയപ്പെട്ടത് ഈ മൊബൈലിൽ VPN ഓൺ ആക്കിയപ്പോൾ ഒരു വീഡിയോ ആപ്പ് വന്നു. അതിനകത്തൂടെ വീഡിയോ ചാറ്റിൽ പരിചയപ്പെട്ടതാ. അമ്പടി. ഇവിടെ ഇവിടെ ഇരുന്ന് എന്തെല്ലാം പരിപാടി. അവൾ ഈ മൊബൈൽ ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചെന്നുള്ളതാ. അവളെ അത് അവളെ വിളിക്കട്ടെ. വിളിക്കട്ടെ. വിളിക്ക്. രാധാമോളെ. എന്താ പേര്? രാധ. സൂപ്പർമാൻ. എന്നാ പിന്നെ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ചോളൂ. ഉണ്ട് സംസാരിക്കാനുണ്ട്. അത് നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഞാനും വിക്രമനും ഉണ്ടാക്കിയേക്കുന്ന മുഴുവൻ സംഭവങ്ങളും കൊള്ളാം. അയ്യോ, നമുക്കുള്ളതാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മുഴുവനും നിങ്ങൾക്കുള്ളതാ. എന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? പറഞ്ഞു കൊടുക്കടാ. കുറച്ച് കേസ് കെട്ടുണ്ട്, പിന്നെ കുറച്ച് ബാങ്ക് കുത്തി തുറഞ്ഞ അതിന്റെ കേസുണ്ട്. അല്ലാതെ വേറെ പിടിച്ചുപറിയുണ്ട്. പിടിച്ചോറി സംഭവങ്ങളല്ല. അതിന്റെ എല്ലാം കേസും വഴക്കും എല്ലാം നിങ്ങളെ വേണം ഇനി നോക്കാൻ. നമുക്ക് എന്തോ കേൾക്കാൻ നിൽക്കുക, പോ അങ്ങോട്ട്. ഇത് ശീലമായി പോയി. ഒളിച്ചു നിന്ന് കേട്ട് ശീലമായി. എന്താ പറയാനുള്ളേ? അതെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ ബന്ധുക്കളുടെ വീട്ടിൽ നമ്മൾ വിരുന്നിനൊക്കെ പോകൂലേ, അപ്പൊ ഈ ഡ്രസ് ഒന്ന് അടിയിലാക്കാൻ പറ്റും. ഡ്രസ് ഇതാ, അയ്യോ ജട്ടി. ആ, അത് പറ്റത്തില്ല. അയ്യോ, ഇത് നമ്മുടെ പരമ്പരാഗത വേഷമാണ്. നമുക്ക് ഒരുപാട് ആരാധകരൊക്കെ ഉള്ളതാണ്. ആരാധകരുടെ പിന്നെ ഈ വികാരമൊക്കെ വ്രണപ്പെടും. ആണോ? പറ്റില്ല. എന്റെ ചേട്ടനും അനിയനും ഒക്കെ പുറത്തായിട്ടേക്കണേ. അതെല്ലാവരും കണ്ട ഭയങ്കര നാണക്കേടല്ലേ. ഒരു നടക്കിടില്ല. നമുക്ക് മുണ്ട് മീതെ എടുത്താലോ? മിതം മുണ്ടെടുക്കാം, പക്ഷെ അതിന്റെ മേളിൽ ഞാൻ ചട്ടിയിടും. ഇത് അകത്തിടാൻ പറ്റത്തില്ല. സംസാരിച്ചു കഴിഞ്ഞോ? സംസാരിച്ചോണ്ടിരിക്കുന്നു, പക്ഷേ ഒരു വേറൊരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, അത് നമ്മൾ സോൾവ് ആക്കിയിട്ടുണ്ട്. അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, പുള്ളി ഒറ്റ മോനാന്നോ? അതെ, ഇല്ല, ഞങ്ങൾ 3 പേരാ. 3 പേരാ? ആ, ഞാൻ രണ്ടാമത്തെ ആളാ. ആണോ? ആ, മൂത്താള് ബാറ്റ്മാൻ. എന്ത് ചെയ്യുന്നു? മരപ്പണിയാ, ഈ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന. ഓ, അത് ശരി. അപ്പൊ മറ്റേ ആളോ? സ്പൈഡർമാൻ. അനിയൻ സ്പൈഡർമാൻ. എന്താ? നെറ്റ്വർക്കിങ്ങിന്റെ പരിപാടിയാ. ഓ, വല. നല്ലൊരു ഫാമിലിയിലാണ് നമ്മൾ ചെന്ന് കുഴപ്പമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അടുത്ത മേടത്തിൽ നമുക്കങ്ങ് നടത്താം. 14-ാം തീയതി അങ്ങ് നടത്താം. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് പേര് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ഒരു അടുക്കള ഒന്ന് കാണുമല്ലോ. അടുക്കള ഇവിടുന്ന് ഒരു 10 പേര് വരും. പിന്നെ അമേരിക്ക വരും. നിങ്ങൾക്ക് ഇവിടെ ഏത് നേരം നോക്കിയാലും അടുക്കളയിൽ കിടക്കുന്ന ഇങ്ങേർക്ക് എന്തിനാ അവിടുത്തെ അടുക്കളയും കൂടെ? അല്ല, ഇവിടെ എന്തായാലും നരകിക്കാൻ പോണ അടുക്കളയിൽ കിടന്നാണല്ലോ, അതൊന്ന് കാണാന്ന് വിചാരിച്ചു. അടുക്കള കാണില്ല, എന്തുവാ ഇവിടുത്തെ ചടങ്ങ? മാമൂല. മാമൂലാണോ? അങ്ങനെയാണെങ്കിൽ അടുക്കള കണ്ടപ്പോഴേ ഞാൻ അടുക്കളന്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചുതരാം. അതുപോലെ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അലമാരിയുടെയും അലമാരുടെയും ഫ്രിഡ്ജിന്റെയും ഫോട്ടോ എടുത്ത് നമുക്ക് അങ്ങോട്ടും വിട്ടുകൊടുക്കും. അല്ല, അത് ആ വേണേല് ചടങ്ങ് കഴിഞ്ഞു. അപ്പൊ അടുത്ത മേടം 14-ാം തീയതി കല്യാണം ഫിക്സ്. നിങ്ങൾ അങ്ങോട്ട് മാറി എന്തിനൊക്കെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ. എന്തിനാ കരയുന്നേ? എന്താ കരയുന്നേ? ഈ രാധ ഉണ്ടല്ലോ, ഈ രാധ മാങ്ങ വേണം എന്റെ അടുത്ത് പറയുമ്പോ ഞാൻ 3 മാവിന്റെ 4 കൊമ്പിക്കേറി 5 മാങ്ങ ഈ കുത്തിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോ എന്താ പിന്നെ കുന്നത്തി കയറണം എന്ന് പറയുമ്പോ ഞാൻ ഈ കുന്നത്തി കയറ്റിയുള്ള ഈ കാടായ കാട് മൊത്തം ഞാൻ കറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് തൊലിവിളിപ്പോട്ട് ഒരു അമേരിക്കൻ ചട്ടിയിട്ടവരെ കണ്ടപ്പോ അവളെ ഒറ്റൂടെ പോയി. രാധയോട് പ്രേമമായിരുന്നോ? ഇത് നീ തുറന്നു പറയണ്ടേ? ഞങ്ങളാരും പറയുന്നുണ്ട്, ഇത് തുറന്നു പറയാതെ ഞാൻ ഇങ്ങനെ പറയും. ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? ഇത് ഞങ്ങൾ നടത്തി തരൂലായിരുന്നു. കുഴപ്പമായി. രാധ ഇവന് ഇഷ്ടമെന്ന്. ചേട്ടാ ഇത് ഇപ്പഴാണ് പറയുന്നേ. ഈ കുന്തത്തിന്റെ മോനെ ചീറ്റി രാധ തോന്നേ, ഒരു മിനിറ്റ്, രാധ ഇവിടെ വരും. രാധ തോന്നേ, ശരിയാവത്തില്ല. രാധ ഇപ്പൊ പറയാൻ പറ്റില്ല. അല്ലല്ല, നീ ഞങ്ങൾ ആരും അറിയാതെ ഇവന്റെ കുന്തത്തെ കേറിയിട്ടുണ്ടോ? പറഞ്ഞോളൂ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. അവിടെ ചെറുക്കനാണോ? ഉണ്ട്. ആ, അതത് കേട്ടാ മതി. നീ അവനെ കൊണ്ട് മാങ്ങ പറപ്പിച്ചിട്ടുണ്ടാ? ഉണ്ട് കണ്ടാ, അപ്പൊ എല്ലാം ഇപ്പൊ അവന്റെ കുന്തം ചെറുതാന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ തള്ളിക്കളയാൻ പറ്റത്തില്ല. നിന്റെ കാര്യങ്ങൾ ശരിയാക്കി തരാം കേട്ടാ. ഒന്നുമില്ല, ഒരിക്കലും ഒരു കുന്തത്തെ നമ്മൾ തള്ളി പറയരുത്. ഇത്ര നാൾ അവനെ ഉള്ളായിരുന്നു നിന്റെ കുന്തത്തെ കയറ്റാൻ. ഇപ്പൊ അമേരിക്കക്കാരനെ കണ്ടപ്പോ പെട്ടെന്ന് നീ റൂട്ട് മാറുന്നത് ശരിയല്ല. അത് പറ്റത്തില്ല. നമ്മള് തമ്മിൽ ഓൺലൈനിൽ ഇഷ്ടമായിരുന്നു. ജട്ടി ഇങ്ങോട്ട് മാറി. എന്താണെന്നറിയാമോ? നമ്മള് തമ്മിൽ ഇഷ്ടം. ഇവർ കുഞ്ഞുനാളും പോലെ കളിച്ച് വളർന്നവരാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇഷ്ടം വന്നാലും നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ സംഭവിച്ചാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ വിഷമിപ്പിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല. ഒരു കാര്യം ചെയ്യാം, നറുക്കെടുപ്പിലൂടെ നമുക്ക് ചെയ്യാം. രണ്ടുപേരും പേരെഴുതുക. ലുട്ടാപ്പി സൂപ്പർമാൻ പേരെഴുതുക. ഞാൻ എഴുതാം കേട്ടോ, ഒന്നും മിണ്ടാതെ നിൽക്കരുതേ. എഴുതാ. അതെ, ലുട്ടാപ്പി പിന്നെ സൂപ്പർമാൻ. ഒന്നിനകത്ത് കൈ സൂപ്പർമാൻ. വെച്ചോ? ഇല്ല, ഇവരുടെ അഴുക്ക് വെച്ച് എഴുതുന്നേ. നമുക്ക് പേനയില്ലല്ലോ. ലുട്ടാപ്പി. മറ്റേ സൂപ്പർമാൻ. അല്ല, നമ്മളെല്ലാം ന്യായമായിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ ഇന്ന് വരെ. നമ്മൾ അവസാന നിമിഷം അങ്ങനെ ചെയ്യൂ. മാമ പിടി മാമ. എന്നാ പിന്നെ
ഞെറുക്കിടാനോ കുക്കുടാ കുടുകുടാ ഞെറുക്ക് വീഴട്ടെ. ഞാൻ എടുക്കാം ഒരെണ്ണം എടുക്കണം. ഒരൊറ്റ എന്താ പിള്ളേര് പിടിക്കാൻ പോയ സമയത്ത് പഠിക്കാൻ പോകത്തുണ്ടെങ്കിൽ വായിക്കാൻ പറ്റുള്ളൂ. ലുട്ടാപ്പി. ഹാപ്പി ആയില്ലേ ലുട്ടാപ്പി? എടാ നിന്റെ കുന്തത്തിന് വിലയുണ്ടെന്ന് നീ തെളിയിച്ചു. ചെറുതാണല്ലോ അവന് വിലയുള്ള കുന്തോ. തെളിയിച്ചു. ബൈ ജട്ടി പൊക്കോ കേട്ടോ. ഹലോ പൊക്കോ. പൊക്കോ. ആ ടീ കൊടുത്ത് വിട്ടേക്കണേ. ഇവിടുന്ന് ഇവിടെ വരെ വേണ്ട, വന്നേ. ഇങ്ങ് വാ. കൂടാ. ഇനി ഇവൻ സന്തോഷായില്ലേ? നിനക്കുള്ളതാ. അയ്യോ എനിക്ക് ചീറ്റിംഗ് ചന്തി ആ ചന്തി എന്ന് പറഞ്ഞ് ഇതല്ല ചന്തി, ഇതാണ് ചന്തി. ചീറ്റിംഗ്. ചതി എന്നാണ് ഉദ്ദേശിച്ചത്. ആ ചതി എന്താണ്? അത് ഞാൻ തന്നതിൽ ലുട്ടാപ്പി എന്ന് എഴുതിയിരിക്കണു. ഇതാ ഈ ബാക്കി കടന്നതിൽ ലുട്ടാപ്പി രണ്ടിലും ലുട്ടാപ്പി. അതെങ്ങനെ ശരിയാവും? രണ്ടിലും ലുട്ടാപ്പിയോ? ആദ്യത്തെ പരിപാടിയാണ്. സത്യം പോലെ പോകണം. നമ്മള് മോഷണ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് കറക്റ്റ് കാര്യം സത്യം പോലെ പോകണം. വിക്രമ നിനക്കറിയാമല്ലോ വിക്രമ, എന്ത്? ഞാൻ ഒപ്പിച്ചെഴുതിയതാണ് ആ ലുട്ടാപ്പി എന്ന്. ആ സൂപ്പർമാൻ എഴുതാൻ എനിക്കറിയത്തില്ല എന്റെ പൊന്നളിയാ.